ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രൈവ് പോകാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു 850 തൊട്ട് 900 കിലോമീറ്റർ വരെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഫുൾ ടാങ്ക് SD എന്താണ് സൂചിപ്പിക്കുന്നത്, പ്രൈം HB എന്താണ് സൂചിപ്പിക്കുന്നത്. CNG യൂസ് ചെയ്ത് നോർമൽ കസ്റ്റമേഴ്സിന് എടുക്കാൻ പറ്റുന്ന വാഹനം പലർക്കും വരുന്നൊരു പ്രശ്നമാണ് CNG വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ഈ ഹൈ CNG കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ 65 ലിറ്റർ എന്ന് പറയുമ്പോൾ പലരുടെ മനസ്സിൽ ചിന്ത വരുന്നത് ഇതിനകത്ത് 65 ലിറ്റർ CNG കൊള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഊരിയെടുത്ത് പണി പെട്ടെന്ന് തീർക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹുണ്ടായിലാണ്. അതായത് ഹുണ്ടായി ലോഞ്ച് ചെയ്തിരിക്കുന്ന 2 പുതിയ വാഹനങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ കാണുന്ന പ്രൈം SD നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഹുണ്ടായുടെ ഓറയല്ലേ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഓറ തന്നെയാണ്. എന്നാൽ ഈ ഒരു വാഹനം മാത്രമല്ല, പ്രൈം SD മാത്രമല്ല, പ്രൈം HBയും കൂടെ ഉണ്ട്. ടാക്സി പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിറക്കുന്ന വാഹനമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഇതൊരു നോർമൽ പെട്രോൾ വാഹനം മാത്രമല്ല, ഇതൊരു CNG വാഹനമാണ്. അതായത് ഒരു ബൈഫ്യൂവൽ വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരു വാഹനത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ, ഇതെങ്ങനെയുണ്ട്, ടെക്നിക്കൽ സൈഡും എല്ലാം കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ബേസ് വേരിയന്റ് ആണെങ്കിൽ പോലും ഇതൊരു ബേസ് വേരിയന്റ് അല്ല. കാരണം ഇത് ഇത്രയും ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഇതെങ്ങനെ ഒരു ബേസ് വേരിയന്റ് ആണെന്ന് പറയാൻ സാധിക്കുന്നത്. നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്താലോ. ഈ വാഹനത്തിന്റെ ഫ്രണ്ട് തൊട്ട് തന്നെ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വാഹനം പക്ക നമ്മുടെ ഹുണ്ടായുടെ ഓറ തന്നെയാണ്. പക്ഷേ ഹുണ്ടായി ഓറയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങൾ, അതായത് പല കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് മിസ്സിംഗ് ആണ്. നമ്മുടെ DR മിസ്സിംഗ് ആണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് എടുത്ത് കാണുന്ന ഒരു മെയിൻ കാര്യമാണ് ഞാൻ പറഞ്ഞ DR മിസ്സിംഗ് ആണ്. പിന്നെ ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് ബൾബാണ് ഇവിടെ വരുന്നത്. ഇൻഡിക്കേറ്ററും ഹാലജൻ ആണ് വരുന്നത്. പക്ഷേ ഈ ഹെഡ്ലൈറ്റ് ഹാലജൻ വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾക്ക് ഇതൊരു LED കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ റോഡ് കണ്ടീഷനൊക്കെ നമുക്ക് LED ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഈ ഒരു ബൾബ് കൊണ്ട് നമുക്ക് റോഡ് വിസിബിലിറ്റി ഒട്ടും തന്നെ കിട്ടില്ല. ഒരു നെഗറ്റീവ് സൈഡായിട്ട് തന്നെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് കഴിയുമ്പോൾ തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് ഒരു വലിയൊരു ഗ്രിൽ ഏരിയ കാണാൻ സാധിക്കും. അതായത് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല എയർ കർട്ടനായിട്ട് തന്നെ ഓപ്പൺഡ് ഏരിയാസ് ആണ്. ഈ താഴത്തെ എയർ ഡാം ആണെങ്കിലും മേളത്തെ ഈ പോർഷൻ ആണെങ്കിലും ഇത്രയും പോർഷൻസ് പക്ഷേ ക്ലോസ്ഡ് ആണ്. ഈ മേളിൽ വരുന്ന ചെറിയ ഗ്രില്ല് ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഹുണ്ടായുടെ ഒരു വലിയ ലോഗോയും നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രൈം SD എന്താണ് സൂചിപ്പിക്കുന്നത്, പ്രൈം HB എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ SD കൊണ്ട് സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ സെഡാൻ ആണെന്നാണ്. അതേ സ്ഥാനത്ത് HB എന്ന് പറഞ്ഞാൽ ഹാച്ച് ബാക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. നിയോസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഹുണ്ടായി നിയോസും ഓറയും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഓറ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 54,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഓൺ റോഡ് വരുന്ന സമയത്ത് 54,000 രൂപയോളം ഈ വാഹനത്തിൻ്റെ കൂടുതലല്ല. പക്ഷേ വർത്താണ് ഈ വാഹനം എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫുള്ള് വീഡിയോ കണ്ടോളൂ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണുന്ന ഈ ഒരു കാര്യമാണ്. ഈ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. നമ്മുടെ സെയിം ഹുണ്ടായി ഓറ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓറയുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. CNG യൂസ് ചെയ്ത് നോർമൽ കസ്റ്റമേഴ്സിന് എടുക്കാൻ പറ്റുന്ന വാഹനം ഈ ഒരു ടാക്സിയുടെ വാഹനം മാത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് ഞാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏതായാലും സൈഡിലത്തെ വിശേഷങ്ങളൊന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ എയർ കർട്ടൻസ് കാണാൻ സാധിക്കും. ഇതിലെ എയർ കയറി ഈ ഒരു പോർഷൻ വഴി നേരെ വിൻഡ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാസേജ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എയർ ഇതിലെ നന്നായിട്ട് കയറി പോകും. നല്ല ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് വിൻഡ് റെസിസ്റ്റൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം നോക്കേണ്ട ഒരു കാര്യം ടയർ സൈസാണ്. 165/70R14 ആണ്. 14 ഇഞ്ചിന്റെ ടയറാണ് നമുക്ക് വരുന്നത്. ഇതൊരു ബേസ് വേരിയന്റ് ആണെന്ന് കാണിക്കാൻ പറ്റുന്ന രീതിക്ക് വീൽ കവേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് അഡീഷണൽ ആയിട്ട് അത് വാങ്ങിയിടാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് മേളിലോട്ട് വരുമ്പോൾ ഫെൻഡ്രയിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ കാണുന്നത്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. മിറേഴ്സ് എല്ലാം ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഓട്ടോ ഫോൾഡിങ് അവൈലബിൾ അല്ല. എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് പറയാനുള്ള ഇലക്ട്രിക്കലി നമുക്ക് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഇലക്ട്രിക്കലി ബേസ് വേരിയൻറ്റിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസും കൂടി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. ബേസ് വേരിയൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ബ്ലാക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ബി പില്ലേഴ്സ് ഒക്കെ ആണെങ്കിലും ഇവിടെ നമുക്ക് ബ്ലാക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല കിടുവായിരിക്കും കാണാൻ. ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പോർഷൻ കൂടെ കവർ ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു പില്ലറിൽ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലോസി ബ്ലാക്ക് വരുന്നതുകൊണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിൽ നമ്മൾ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ വരുമ്പോൾ കാണാൻ നല്ല കിടുവായിരിക്കും. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ക്വാർട്ടർ പാനലിൽ ഈ ഒരു ഭാഗത്തിലാണ് മെയിനായിട്ടൊരു വ്യത്യാസം വരുന്നത്. വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല. പഴയ ഓറ CNG വരുന്ന മോഡലിൻ്റെയൊക്കെ സെയിം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
അതായത് നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും, ഇത് പെട്രോളിൻ്റെയും ഈ കാണുന്നതാണ് നമ്മുടെ CNG ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളത്. അന്നേരം ഇവിടെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു ഫ്യൂവലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ആകുന്നതായിരിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് എപ്പോഴെങ്കിലും ഈ സ്വിച്ച് ഓഫ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഈ വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ആകില്ല. പലർക്കും വരുന്നൊരു പ്രശ്നമാണ് CNG വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ ലിഡ് അടഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇത് അപ് ടു E20 എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ടർ കപ്പാസിറ്റി 65 ലിറ്ററാണ് ഇതിന് വരുന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് റീടെസ്റ്റ് എന്നാണ് ചെയ്തിരിക്കുന്നത് 11-ാം മാസം 2025. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഓരോ 3 വർഷം കൂടുന്നോറും CNG ടാങ്കിനെ കാലിബ്രേഷൻ ചെയ്യേണ്ട ആവശ്യമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഓറ എന്നുള്ളൊരു ബാഡ്ജിങ് ഒരിടത്തും കാണാൻ സാധിക്കത്തില്ല. പ്രൈം SD എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്ന നമുക്ക് ഹൈ CNG. എന്താണ് ശരിക്കും ഈ ഹൈ CNG കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമല്ല, ഹുണ്ടായി ഫിറ്റഡ് CNG എന്ന് മാത്രമാണ്. അതായത് ഹുണ്ടായുടെ പ്ലാൻ ഫിറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹുണ്ടായുടെ ഒരു വലിയ ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് അല്ലെങ്കിൽ പോലും എവിടെയോ ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു രീതി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. LED ടെയിൽ ലാംപ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അകത്ത് വരുന്ന ഹാലജൻ ബൾബുകളാണെങ്കിലും പാർക്ക് ലൈറ്റ് നമുക്ക് വരുന്ന LED ആണ്. ബാക്കിയുള്ളതെല്ലാം അതായത് നമ്മുടെ ബ്രേക്ക് ബൾബും ഇൻഡിക്കേറ്റർ ബൾബും റിവേഴ്സ് ബൾബും വരുന്നത് ഹാലജൻ തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ ബാക്കിൽ നിന്ന് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ബൂട്ട് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് ഒറ്റ പ്രസ്സിൽ തന്നെ ഫുൾ ഓപ്പൺ ആണ് ആകുന്നത്. സാധാരണ ചിലത് പൊങ്ങി വരത്തേ ഉള്ളൂ, ഇവിടെ ഇത് ഫുൾ ഓപ്പൺ ആകുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പേസ് നോക്കാനാണെങ്കിൽ കമ്പാരിറ്റീവ്ലി സ്പേസ് കുറച്ചുകൂടെ കൂടുതലുണ്ട്. അതായത് ലഗേജ് റൂം നമുക്കിവിടെ കൂടുതൽ കിട്ടുന്നുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ CNG ടാങ്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 65 ലിറ്റർ, അതായത് വാട്ടർ കപ്പാസിറ്റി വെച്ച് 65 ലിറ്റർ കിട്ടുന്ന ഒരു CNG ടാങ്കാണ്. ഈ 65 ലിറ്റർ എന്ന് പറയുമ്പോൾ പലരുടെ മനസ്സിൽ ചിന്ത വരുന്നത് ഇതിനകത്ത് 65 ലിറ്റർ CNG കൊള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഇതിൽ ഏകദേശം നമുക്കൊരു 12 തൊട്ട് 13 ലിറ്റർ വരെ CNG ഫില്ല് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 12 തൊട്ട് 13 കിലോ വരെ CNG നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു LPG ടാങ്ക് പോലെ ഒരിക്കലും ഒരു CNG ടാങ്കിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ വരുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇവിടെ 2 ഫ്യൂവൽസ് വരുന്നുണ്ട്. ബൈ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ 2 ഫ്യൂവൽസ് വരുന്നുണ്ട്. ഒന്നൊരു പെട്രോളും വരുന്നുണ്ട്, CNG വരുന്നുണ്ട്. പെട്രോൾ ഏകദേശം 37 ലിറ്ററോളം തന്നെ ഇവിടെ കപ്പാസിറ്റി വരുന്നുണ്ട്. CNG ഏകദേശം 12 കിലോയോളം നമുക്ക് വരുന്നുണ്ട്. രണ്ടും കൂടെ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രൈവ് പോകാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു 850 തൊട്ട് 900 കിലോമീറ്റർ വരെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഫുൾ ടാങ്ക് നമുക്ക് 850 തൊട്ട് 900 കിലോമീറ്റർ വരെ ഡ്രൈവ് ചെയ്തല്ലോ, കിടുവല്ലേ. നമുക്കിവിടെ വാർണിംഗ് ട്രയാങ്കിൾ ഫുൾ സൈസ് ടയർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CNGയുടെ മാനുവൽ ഷട്ട് ഓഫിൻ്റെ വാൽവ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ പൈപ്പ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ആകും. എന്നാലും മാനുവലായിട്ട് നമുക്ക് ഷട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു വാൽവ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാമറ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ അല്ല, പക്ഷെ നമുക്ക് അഡീഷണൽ ആക്സസറീസ് ആയിട്ട് തന്നെ ക്യാമറ ഇവിടെ ഫിറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ പോർഷൻ കാണാം. സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് 2 റിഫ്ലക്റ്റേഴ്സ് കാണാൻ സാധിക്കും. ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന രീതിക്ക് ഒരു ബ്ലാക്ക് ഔട്ടും കാണാൻ സാധിക്കും. നമുക്കിവിടെ റിയർ ഡീഫോഗേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. മേളിലൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഒരു റൂഫ് ആൻറ്റിനെയും കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിന് വരുന്ന ഒരു നോർമൽ കീ ആണ് നമുക്ക് കിട്ടുന്നത്. സെൻട്രൽ ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല, പക്ഷേ സെൻട്രൽ ലോക്ക് അവൈലബിൾ ആണ്. ബട്ടണുള്ള കീ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കാണ്, ഫുള്ളി അൺലോക്ക്ഡ് ആണ്. ഇപ്പം എല്ലാം അൺലോക്ക് ആയിട്ടുണ്ട്, എല്ലാം ലോക്ക്ഡ് ആണ്. അതായത് സെൻട്രൽ ലോക്ക് സിസ്റ്റം നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു കീ നമുക്ക് കിട്ടുന്നില്ല. അതേ സ്ഥാനത്ത് നമുക്കത് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് സെൻട്രൽ ലോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചർ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി ഈ ഡോറ് തുറക്കുമ്പോൾ തൊട്ടത് ഇത്രയും ഒരു പോർഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ എന്നുള്ള സെറ്റ് ചെയ്യാം. ലോക്ക് ആൻഡ് അൺലോക്ക് വാഹനത്തിനകത്തുനിന്ന് ചെയ്യാൻ സാധിക്കും. 1 ടച്ച് ഡൗണോ 1 ടച്ച് അപ്പോ കിട്ടുന്നില്ല. നോർമൽ പവർ വിൻഡോ സ്വിച്ചസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ
പവർ വിൻഡോ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഇവിടെ, അത് ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലും നമുക്ക് ഈ സൈഡിലോട്ട് ഇത്രയും പോർഷൻ എന്തെങ്കിലും വെക്കാനുള്ളൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ വാഹനത്തിൽ കയറുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞത് ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ബേസ് വേരിയൻ്റ് വാഹനത്തിൽ മാനുവലായിട്ടാണെങ്കിൽ പോലും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാണാൻ സാധിക്കുന്നത് ഈ ഒരു പോർഷനാണ്. കാരണം നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഡാർക്ക് എലമെൻറ്റിൻ്റെ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നോബ് ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനും വേണ്ടിയുള്ളൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലാണ്, പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പ്ലസ് വോയിസ് കമാൻഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നും. പക്ഷേ ഒരു ടാക്സി വാഹനത്തിന് ഇതെല്ലാം എന്തിന് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരികയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നില്ല. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല, ഒരു ബ്ലാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു ആക്സസറീസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളോ കാര്യങ്ങളൊന്നും പിന്നെ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. അതായത് ഇപ്പം ഈ വാഹനം എടുക്കുന്ന ഒരു വ്യക്തിക്ക് പാട്ട് കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിന് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്റ്റീരിയോ മാത്രം അഡീഷണൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കാണുന്ന ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വോളിയം അപ്പ് വോളിയം ഡൗൺ, അതായത് നമ്മുടെ സ്റ്റീരിയോയുടെ കൺട്രോള് എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പാർക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ്, ഹൈ ലോ ഇൻഡിക്കേറ്ററും കൂടെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും CNG ടു പെട്രോൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കൺവേർട്ടർ സ്വിച്ചാണ് വരുന്നത്. അതായത് സ്വിച്ച് ചെയ്ത് മാറ്റാൻ വേണ്ടി, അതായത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ CNGയിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, CNG മാറ്റി പെട്രോളിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ പെട്രോളിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമ്മുടെ വാഹനം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പെട്രോളിലാണ്, അതിന് ശേഷമാണ് CNGയിലോട്ട് കൺവേർട്ട് ആകുന്നത്. പെട്രോൾ ഒട്ടും തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വാഹനം CNGയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനും സാധിക്കും. തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ OBD റീഡറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂസും നമുക്കിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ സ്പീഡോമീറ്റർ ആണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടാക്കോമീറ്റർ ആണ്. ഏറ്റവും താഴെ വരുന്ന പെട്രോളിൻ്റെ ഫ്യൂവൽ ഗേജും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് CNGയുടെ ഫ്യൂവൽ ഗേജും ആണ്. നമുക്കിതിനകത്ത് വരുന്നത് ഡീറ്റെയിൽസ് എല്ലാം മാറ്റാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇത് ഡ്രൈവ് ഇൻഫോ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ, ഇപ്പം മൊത്തം ഈ വാഹനം ഓടിയിരിക്കുന്നത് 27 കിലോമീറ്ററാണ്. ലാസ്റ്റ് ഡ്രൈവ് 23.9 ആണ് ഓടിയിരിക്കുന്നത്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോറ്, ലൈറ്റ്, ഇതിൻ്റെ എല്ലാം സെറ്റിങ്സ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോ ലോക്ക് വേണമെങ്കിൽ ഓട്ടോ ലോക്ക്, ഓട്ടോ അൺലോക്ക് വേണോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡോറിൻ്റെ ഇലൂമിനേഷൻ ലൈറ്റ്സ് എങ്ങനെയുണ്ട്, ലൈറ്റിൻ്റെ വെട്ടം എത്രത്തോളം വേണം എന്നൊക്കെയുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആകും. 1 ടച്ച് ഇൻഡിക്കേറ്ററിൽ എത്ര ഫ്ലാഷ് ചെയ്യണം, ഇതെല്ലാം ഈ ഒരു ബേസ് വേരിയൻറ്റിലാണ് നിങ്ങൾ ഓർത്തോണം വരുന്നത് കേട്ടോ. ആംബിയൻറ്റ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ഒരു ആംബിയൻറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഇതെല്ലാം നമുക്കൊരു ആക്സസറീസ് പാക്ക് പോലെ തന്നെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു കവറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴോട്ട് വരുമ്പോൾ 2 AC വെൻറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിലൊന്നും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓഫ് ചെയ്യുന്നതിന് സൈഡിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആകുന്നതായിരിക്കും. ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ, എത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം, ഇതെല്ലാം മാനുവൽ AC ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ACയുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിയർ ഡീഫോഗർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എയറിൻ്റെ പൊസിഷൻ സ്വിച്ചുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇൻസൈഡ് സർക്കുലേഷൻ, ACയുടെ സ്വിച്ച്, ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു USB-C ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ യൂണിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമുക്കത് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് പോകുമ്പോൾ കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. ഒരു വലിയ കപ്പ് ഹോൾഡറും ഒരു ചെറിയ കപ്പ് ഹോൾഡറും, ഇവിടെ സൈഡിലും ഒരു ചെറിയൊരു പോക്കറ്റ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു നോർമൽ റിയർ വ്യൂ മിററാണ് കിട്ടുന്നത്. ഓട്ടോ ഡിമ്മിങ്ങോ മാനുവൽ ഡിമ്മിങ്ങോ ഒന്നും തന്നെ ഇവിടെ അവൈലബിൾ അല്ല. നമുക്കിവിടെ ഒരു സൺവൈസർ കാണാൻ സാധിക്കും. ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. കോ ഡ്രൈവർ സൈഡിലും നമുക്ക് വേറെ പ്രത്യക്ഷത്തിൽ മിററോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് പിന്നെ നമുക്ക് മാറ്റി LED ആക്കാൻ സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്പീഡ് ലിമിറ്റ് 80 km/h CNG കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതൊരു ടാക്സി പർപ്പസിന് ഉള്ളൊരു വാഹനമാണ്. ടാക്സി പർപ്പസ് ആയതുകൊണ്ടാണ് 80 km/h സ്പീഡ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് ഗവേണേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. നമുക്ക് വേറെ
പൈസയൊന്നും കൂടുതൽ കയ്യിൽ നിന്ന് പോകത്തില്ല. അതായത് നമ്മളൊരു വാഹനം എടുത്ത് ടാക്സി ആക്കുന്ന സമയത്ത് സ്പീഡ് ഗവേണേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ അങ്ങനെ ഒരു രീതിക്കുള്ള പ്രശ്നവും വരുന്നില്ല. ഇത് ഇൻബിൽറ്റ് സ്പീഡ് ഗവേണേഴ്സ് വരുന്നുണ്ട്. ഇതൊരു CNG വാഹനമാണെന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു CNGയുടെ ട്രാങ്കിൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം, എനിക്ക് നോർമലായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു പൊസിഷനിലിരിക്കുന്നു. കാല് ചെറുതായിട്ട് മുട്ടുന്നുണ്ട്. ഒരല്പം കൂടെ ഒന്ന് ബാക്കിലോട്ട് ഇറക്കാം, കാരണം നമുക്ക് ബാക്കിലത്തെ പൊസിഷനും കൂടെ ഒന്ന് അറിയാം. ഓക്കെ, ഇപ്പം നോർമലായിട്ട് എനിക്ക് ഗ്ലോ ബോക്സ് തുറക്കാൻ സാധിക്കും. എൻ്റെ കാലോ കാര്യങ്ങളൊന്നും മുട്ടുന്നില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഗ്ലോ ബോക്സ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് കൂൾഡൊന്നും അല്ല നമുക്ക് കിട്ടുന്നത്, നോർമൽ ഗ്ലോ ബോക്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ മേലെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. നല്ലൊരു ഫീൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മെയിൻ ഒരു കാര്യമാണ്, ഇതൊരു 6 എയർ ബാഗ് വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫയർ എക്സ്റ്റിങ്ക്യൂട്ടറാണ്. CNG വാഹനങ്ങൾ, LPG വാഹനങ്ങൾ, അങ്ങനെ ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് ഓടുന്ന ഏതൊരു വാഹനത്തിലും ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂട്ടർ അത്യാവശ്യമാണ്. അതിനാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഏതെങ്കിലും രീതിക്ക് തീപിടുത്തോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കിത് ഇങ്ങനെ ഒന്ന് അഴിച്ച് ഊരിയെടുത്ത് പണി പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് ആ തീ അണയ്ക്കുക എന്നുള്ളൊരു പർപ്പസിലാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിലത്തെ സീറ്റ് ഒന്ന് നോക്കിയാലോ. ഇപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഒരു സീറ്റ് ഞാൻ ഫ്രണ്ടിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഇട്ടിരുന്നത്. ഇപ്പം ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ തന്നെ നല്ല രീതിക്കുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനം തന്നെയാണ്. കാരണം ഇതൊരു സബ് 4 മീറ്റർ വാഹനമാണ്. 3990 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ബാക്കി ഇരിക്കുമ്പോൾ ഈ ഒരു സ്കൂപ്ഡ് ഡിസൈൻ കാരണമാണെങ്കിലും നല്ല രീതിക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. തൈ സപ്പോർട്ട് ഒരു ഓക്കെ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. തീരെ മോശമാണെന്ന് ഒന്നും പറയാൻ സാധിക്കത്തില്ല. ഒരു നല്ല ഫീൽ തന്നെയാണ് എനിക്ക് ബാക്കിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ബാക്കിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടൊരു കാര്യം നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, ഇവിടെ ഒരു AC വെൻ്റ് വരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്തിടാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമുക്കൊരു കസ്റ്റമറിന്, അതായത് ബാക്കി ഇരിക്കുന്ന ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് ആക്സസറീസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ടാക്സി പർപ്പസിനായിട്ട് തന്നെ ഇത് എടുക്കുന്ന സമയത്ത് SOS സ്വിച്ച് വിത്ത് ലൈറ്റ് നമുക്കിവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4 സ്വിച്ചസോളം ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവ് ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അതിനൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആക്സസറീസും ഉണ്ട്. ഈ ഒരു ആക്സസറീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പോപ്പുലർ ഹുണ്ടായുടെ നമ്പറിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഏതായാലും പറയുന്നുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് സ്പീക്കേഴ്സ് വരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ബാക്കിൽ സ്പീക്കേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല. ബാക്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് സ്പീക്കേഴ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിൽ മാത്രം കമ്പനി സ്പീക്കേഴ്സ് കൊടുക്കുന്നുള്ളൂ, പക്ഷേ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടില്ല. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും സ്പീക്കറും ബാക്കിൽ 2 സ്പീക്കറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ പക്ക. ഈ വാഹനത്തിൻ്റെ വാറണ്ടി വരുന്ന നോർമൽ വാറണ്ടി 3 വർഷവും 1 ലക്ഷം കിലോമീറ്ററും വരെയാണ് ഇതിൻ്റെ വാറണ്ടി കിട്ടുന്നത്. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷം 1,80,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടി കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കൂടെ നോക്കിയാലോ. 8,100,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം ഓൺ റോഡിൽ കിട്ടുന്നതാണ്. അത് വിത്ത് വാറണ്ടിയും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വാഹനം നമുക്ക് ഓൺ റോഡിൽ കിട്ടുമെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഇതിൻ്റെ നിയോസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഹാച്ച് ബാക്ക് ആയിട്ടുള്ള വാഹനത്തിലും ഈ പറഞ്ഞ സെയിം പ്രൈം HB കിട്ടുന്നുണ്ട്. പ്രൈം HB എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 54,000 രൂപയോളം കുറവ് വരുന്നുണ്ട്. ഏകദേശം ഒരു 7,42,000 രൂപ സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോപ്പുലർ ഹുണ്ടായുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. എൻജിൻ സൈഡും കൂടെ ഒന്ന് നോക്കിയാലോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അതായത് ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒന്ന് വേറെ തന്നെയാണ്. അത് മൈലേജ്, വൈബ്രേഷൻ, ഈ 2 കാര്യത്തിൽ കുറച്ച് കട്ടക്കേറ്റം നിൽക്കും. കാരണം 4 സിലിണ്ടർ ആയതുകൊണ്ട് നമുക്ക് വൈബ്രേഷൻ ഒട്ടും തന്നെ ഉണ്ടാകുന്നതായിരിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മളൊരു സെക്കൻഡ് ഗിയറിലൊക്കെ അത്യാവശ്യം നോർമൽ ഒരു 10 കിലോമീറ്റർ സ്പീഡിന് മേളിലോട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ജെർക്കിങ്ങോ കാര്യങ്ങളൊന്നും വരത്തില്ല. അതൊരു 4 സിലിണ്ടർ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ CNGയുടെ കിറ്റും കാര്യങ്ങളൊക്കെ, അത് ഈ കാണുന്ന ഇഞ്ചക്ടേഴ്സ് കാണാൻ സാധിക്കും. CNGയിലോട്ട് പോകുന്ന ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൺട്രോളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെയാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വാഹനം പെട്രോളിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ 83 PS പവറും 114 Nm ടോർക്കുമാണ് കിട്ടുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു CNGയിലാണെന്നുണ്ടെങ്കിൽ 69 PS പവറും 95.2 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് നമുക്ക് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CNG വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 20,000 കിലോമീറ്റർ കൂടുന്ന സമയത്ത് കൃത്യമായിട്ട് CNGയുടെ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തോണം. കാരണം പലരും CNGയുടെ ഫിൽറ്റർ മാറാറില്ല. ഈ CNGയുടെ ഫിൽറ്റർ മാറാതിരുന്നിട്ടാണ്
കംപ്ലയിൻസ് പറയുന്നത്, അതായത് എൻജിൻ മിസ്സിംഗ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ CNG കംപ്ലൈൻ്റ് ആണ്, CNG വലിക്കില്ല, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് പൊതുവേ നമ്മുടെ CNG ഫിൽറ്റേഴ്സ് മാറാതെ വരുമ്പോഴാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. ഇനി സ്ഥിരമായിട്ട് എല്ലാവരുടെ മനസ്സിൽ വരുന്ന ഡൗട്ടാണ് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നുള്ളത്. 28 കിലോമീറ്ററോളം നമുക്ക് 1 കിലോ CNGയിൽ മൈലേജ് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഏറെക്കുറെ CNG നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് അതിനടുത്ത് തന്നെ ഏകദേശം ഒരു 26-27 വരെയൊക്കെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് മൈലേജ് കിട്ടുന്നതാണ്. ഹുണ്ടായി ഓറയുടെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ഡ്രൈവ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാത്ത റിവ്യൂ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ. ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കാം. അതിനകത്ത് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നുണ്ട്.